ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ജമ്മു കശ്മീരിൽ നിന്ന് വരുന്നു. ജമ്മു കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങളിൽ സേനയുടെ പരിശോധന. ഷോപ്പിയാൻ മേഖലയിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ജമ്മു കശ്മീർ പോലീസും കേന്ദ്ര സേനകളും സംയുക്തമായി ചേർന്നാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, എന്തുകൊണ്ട് സൈന്യം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളിൽ പോലീസിനെ കൂടെ ചേർത്ത് വലിയ പരിശോധന നടത്തുന്നു? ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ മേഖലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളിൽ സൈന്യത്തിൻ്റെ പരിശോധന നടക്കുകയാണ്. അവിടെ പോലീസ് അവർക്കൊപ്പമുണ്ട്. ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, എന്തുകൊണ്ടാണ് ഈ പരിശോധന ഇത്ര പെട്ടെന്ന് വളരെ കർശനമായി? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ജമ്മു കാശ്മീരിലെ വിവിധ കേന്ദ്രങ്ങളിലാണ്, ഷോപ്പിയാൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ജമ്മു കാശ്മീർ പോലീസും കേന്ദ്ര സേനയും സംയുക്തമായി പരിശോധന നടത്തുന്നത്. തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. ഈ മാസം 12, 13 തീയതികളിലും ജമ്മു കാശ്മീരിലെ ഏകദേശം 50-ലധികം സ്ഥലങ്ങളിൽ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇതിന് സമാനമായി കേന്ദ്ര സേനയും ജമ്മു കാശ്മീർ പോലീസും പരിശോധന നടത്തിയിരുന്നു. കശ്മീർ മേഖലയിൽ ഭീകരവാദ പ്രവർത്തനത്തിനു വേണ്ടി പണം സമാഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലും ഒപ്പം ഭീകരവാദ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലുമാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. 2019 ജമാഅത്തെ ഇസ്ലാമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. 2024 ഭീകര സംഘടനയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി വീണ്ടും കേന്ദ്ര സർക്കാർ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിനിമയം നടത്തിയവർ തുടങ്ങിയവരുടെ സ്ഥാപനങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കേന്ദ്ര സേനയുടെ സുരക്ഷയിൽ ജമ്മു കാശ്മീർ പോലീസും ഒപ്പം കേന്ദ്ര ഏജൻസികളുമാണ് പരിശോധന നടത്തുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അറസ്റ്റ് നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഏജൻസികൾ വ്യക്തമാക്കിയിട്ടില്ല. കൃഷ്ണരാജ്. യെസ്, ഏതായാലും ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ മേഖലയിൽ സൈന്യത്തിൻ്റെ തിരച്ചിൽ നടക്കുകയാണ്. കർശന പരിശോധനയാണ്. പോലീസ് കൂടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുവെന്നും തെളിവുകൾ കണ്ടെത്തിയെന്നും ഒക്കെ മനസ്സിലാക്കുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.